നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 30, 2025 വ്യാഴം. അങ്ങനെ ഇന്ന് മാർക്കറ്റിലുണ്ടായ ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് 25,900 എന്ന ലെവലിന് താഴെയായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. യുഎസിലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടപ്പിലാക്കിയെങ്കിലും എന്തുകൊണ്ടാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ആയിരുന്നു ലഭ്യമായിരുന്നത്. എന്നാലും ഇന്ന് നിഫ്റ്റിക്ക് 26,000 എന്ന കീ ലെവൽ മറികടക്കുവാനും സാധിച്ചു. തുടർന്ന് 26,032 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. എന്നാൽ ഇന്ന് നിഫ്റ്റിയിൽ ഫോൾ ഉണ്ടായെങ്കിലും നിഫ്റ്റിയുടെ കീ സപ്പോർട്ടിന്റെ മുകളിലായി 25,845 എന്ന ലെവലിൽ സപ്പോർട്ട് എടുക്കുവാനും സാധിച്ചതിനെ തുടർന്ന് 176 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 25,877 എന്ന ലെവലിൽ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. സെൻസെക്സിന് ഇന്ന് 592 പോയിന്റുകളുടെ നഷ്ടവും ബാങ്ക് നിഫ്റ്റിക്ക് 354 പോയിന്റുകളുടെ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ ഫിൻ നിഫ്റ്റിക്ക് 211 പോയിന്റുകളുടെ നഷ്ടവും സംഭവിച്ചു. NSEയിലാകെ ഇന്ന് 1,134 കമ്പനികൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചുള്ളൂ. അതേസമയം 1,676 കമ്പനികൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായി. ഇന്നും ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ അതിശക്തമായ ഇടിവാണ് നേരിടേണ്ടതായിട്ട് വരികയുണ്ടായത്. തൽഫലമായി ഇന്ന് ഇന്ത്യൻ രൂപയ്ക്ക് അമേരിക്കൻ ഡോളറിനെതിരെ 88.69 എന്ന ലെവലിലാണ് വ്യാപാരവും അവസാനിപ്പിച്ചത്. കോൾ ഇന്ത്യ, L&T, ഭാരത് ഇലക്ട്രോണിക്സ്, മാരുതി സുസുക്കി, ശ്രീറാം ഫൈനാൻസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഡോക്ടർ റെഡ്ഡീസ്, സിപ്ല, HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ഭാരതി എയർടെൽ, ഇൻഫോസിസ്, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് നഷ്ടവും നേരിടേണ്ടതായിട്ട് വരികയുണ്ടായി. സെക്ടർ വൈസ് ഇന്ന് നോക്കുമ്പോൾ നിഫ്റ്റി റിയാലിറ്റിക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ്, കൊമേഴ്ഷ്യൽ സർവീസസ്, ഹെൽത്ത് കെയർ, ഫാർമസ്യൂട്ടിക്കൽ മേഖലകൾ, അതുകൂടാതെ ടെക്നോളജി, മെറ്റൽ ആൻഡ് FMCG സെക്ടറുകൾക്ക് നഷ്ടത്തോടു കൂടിയിട്ടാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരികയുണ്ടായത്. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടു കൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ ചർച്ച ചെയ്യാം. ഇന്നലെ യുഎസിൽ നിന്നും മോണിറ്ററി പോളിസിയുടെ ഭാഗമായി പുറത്തു വന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ 25 ബേസിസ് പോയിന്റ് കട്ട് നടപ്പിലാക്കിയെങ്കിലും ഫെഡ് ചെയർമാന്റെ സ്റ്റേറ്റ്മെന്റിൽ അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുകയുണ്ടായി. കാരണം നിലവിലെ US ഗവൺമെന്റിന്റെ ഷട്ട് ഡൗൺ നിലനിൽക്കുന്നതിനാലും നിലവിലെ യുഎസിലെ സാമ്പത്തിക സ്ഥിതികൾ അത്ര ഭദ്രത ഇല്ലാത്ത നിലയിലൂടെ കടന്നു പോകുന്നതിനാലും ഈ ഡിസംബറിൽ പ്രതീക്ഷിച്ച ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനുള്ള സാധ്യത ഫെഡ് ചെയർമാൻ ജെറോം പവലിന്റെ സ്പീച്ചിൽ നിന്നും കുറവാണെന്നുള്ള സൂചനകൾ വരികയുണ്ടായി. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഗ്ലോബൽ മാർക്കറ്റിനെ മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെയും നിരാശയിലാക്കുകയുണ്ടായി. ഇന്ന് US പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഡീലിന് വേണ്ടിയിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയുണ്ടായി. ഒത്തിരിയേറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇരു നേതാക്കന്മാരും നേരിട്ട് കാണുന്നതും സംവദിക്കുന്നതും. ഇരുവരുടെയും മീറ്റിംഗിനെ തുടർന്ന് വന്ന തീരുമാനങ്ങളിൽ പെർമനന്റ് ആയിട്ടുള്ള ഒരു ട്രേഡ് ഡീലിലേക്ക് അവർക്ക് കടക്കുവാനായില്ല. തൽക്കാലത്തേക്ക് 1 വർഷത്തേക്കുള്ള ട്രേഡ് ഡീലിലേക്കാണ് ഇരു നേതാക്കന്മാരും എത്തിച്ചേർന്നത്. തൽഫലമായി നിലവിലെ യുഎസിലേക്കുള്ള ചൈനയുടെ ഗുഡ്സിന്റെ ഇറക്കുമതിയിൽ 57% താരിഫ് 47% വെട്ടിച്ചുരുക്കുകയുണ്ടായി. കൂടാതെ ഫെന്റൈൽ റിലേറ്റഡ് താരിഫിൽ 20% നിന്നും 10% കുറയ്ക്കുകയുമുണ്ടായി. US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും അദ്ദേഹം ചൈനയിൽ നിന്നും പുറപ്പെടുന്നതിന് മുൻപേ ഈ ഡീല് ഇരു രാജ്യങ്ങളും തമ്മിൽ അടുത്തു തന്നെ സൈൻ ചെയ്യുമെന്നുള്ള പ്രഖ്യാപനം വരികയുണ്ടായി. എങ്കിലും ഇരുവരും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകളിലും മാത്രമല്ല ട്രേഡ് ഡീലിലുള്ള അനിശ്ചിതത്വം തുടരുകയാണ്. ഈ ഒരു ഘടകവും ഇന്ന് വിപണിയെ മോശമായി തന്നെ ബാധിക്കുകയുണ്ടായി. മിനിങ്ങാന്ന് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 10,000 കോടി രൂപയ്ക്ക് മുകളിൽ ബൈയിങ് നടത്തിയ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെ 2,540 കോടി രൂപയ്ക്കേറെ സെല്ലിംഗ് നടത്തിയത് മാർക്കറ്റിനെയും അതിനൊപ്പം നിക്ഷേപകരെയും നിരാശപ്പെടുത്തുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന സെല്ലിങ്ങും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ മോശമായിട്ട് ബാധിച്ചു. ഇതിനെല്ലാം പുറമെ ഇന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ വീണ്ടും ശക്തമായ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയുടെ അടുത്തേക്ക്
ഇന്ത്യൻ രൂപയുടെ മൂല്യം എത്തിച്ചേരുകയുണ്ടായി. സോ ഈ ഒരു ഘടകവും ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ദോഷമായി ബാധിച്ചു. ഇതിനു പുറമെ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലെ ഒട്ടുമിക്ക മാർക്കറ്റും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടി തന്നെ വ്യാപാരത്തിൽ തുടർന്നതും നമ്മുടെ മാർക്കറ്റിനെ ദോഷകരമായിട്ട് ബാധിക്കുകയുണ്ടായി. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 139 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. 3 യൂറോപ്യൻ മാർക്കറ്റ്സും നഷ്ടത്തിലാണ് വ്യാപാരം നിലവിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ന് ജപ്പാൻ, കൊറിയൻ, ഇന്തോനേഷ്യൻ മാർക്കറ്റ് ഒഴികെ ബാക്കി എല്ലാ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 0.5% ഇടിവാണ് നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം ഗോൾഡിന്റെ വില വീണ്ടും ഉയർന്ന് $3,987 എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. വേദാന്ത ഫാഷൻസ് പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ ക്വാർട്ടർ ടു ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 16% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 2% ഇടിവ് രേഖപ്പെടുത്തി. കൊറമാൻഡൽ ഇന്റർനാഷണൽ നെറ്റ് പ്രോഫിറ്റിൽ 21% വർധനവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 30% ഉയർച്ചയും രേഖപ്പെടുത്തി. അദാനി പവർ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 11% ഇടിവാണ് രേഖപ്പെടുത്തുകയുണ്ടായത്. അതേസമയം റവന്യൂ ഫ്ലാറ്റ് ആയിട്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. സിപ്ല നെറ്റ് പ്രോഫിറ്റിൽ 4% വർധനവും റവന്യൂവില് 8% ഉയർച്ചയും രേഖപ്പെടുത്തി. യൂണിയൻ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 10% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 3% ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. കാനറ ബാങ്ക് നെറ്റ് പ്രോഫിറ്റിൽ 19% ഉയർച്ചയാണ് രേഖപ്പെടുത്തിയത്. അതേസമയം നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 2% ഇടിവും രേഖപ്പെടുത്തി. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റിൽ 14% ഉയർച്ച രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂവിൽ 1% ഉയർച്ചയും രേഖപ്പെടുത്തി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.